ഹായ് ഗൈസ്, അതുലാണ് സൈഡ് ഹസലിൽ നിന്ന്. കാനഡയാണോ നിങ്ങളുടെ ഡ്രീം കൺട്രി? കുടുംബത്തോടൊപ്പം കാനഡയിൽ സെറ്റിലാകാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കുമായിട്ട് 2024 IRCCയുടെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വെർച്വൽ ഫെയർ മാർച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. രജിസ്ട്രേഷൻ ലിങ്കുകളും ബാക്കിയുള്ള ഇൻഫർമേഷനുള്ള ലിങ്കുകളും ഒക്കെ ഞാൻ വീഡിയോയുടെ ഇടയിൽ ഇടുന്നുണ്ട്. അപ്പം മറക്കാതെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും. അപ്പോൾ IRCCയുടെ 2024 ഡെസ്റ്റിനേഷൻ കാനഡ മൊബിലിറ്റി ഫോറം എന്ന് പറയുന്ന വിർച്വൽ ഇമിഗ്രേഷൻ ഫെയറിന് മാർച്ചിൽ തുടക്കമാണ്. മാർച്ച് 1-2 തീയതികളിലാണ് ഇത്. പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും ഫ്രീ ആണ്. നാഷണൽ അല്ല, കാനഡിയൻ നാഷണൽസിനും PR റെസിഡൻസിനും ഒക്കെ പങ്കെടുക്കാം. അതുകൂടാതെ തന്നെ ഇൻ്റർനാഷണൽ റെസിഡൻസിനും ഈ വിർച്വൽ ഇമിഗ്രേഷൻ ഫെയറിൽ പങ്കെടുക്കാം. ഈ എലിജിബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് അവരുടെ ഒരു NOC കോഡ്, അതായത് അവരുടെ ലൈൻ ഓഫ് വർക്കിന് ഒരു NOC കോഡ് ഉണ്ടാവും. ആ കോഡ് സബ്മിറ്റ് ചെയ്തിട്ട് വേണം, കനേഡിയൻ ഫോർമാറ്റ് തയ്യാറാക്കിയ റെസ്യൂമെ വെച്ചിട്ട് വേണം ഈ ഫെയറിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഫെയറിൽ, വിർച്വൽ ഇമിഗ്രേഷൻ ഫെയറിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റെസ്യൂമെ നോക്കിയിട്ട് എംപ്ലോയർ ഓൺലൈൻ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യും. എഡ്യൂക്കേഷൻ സെക്ടറിലായിരിക്കും മെയിനായിട്ട് ഈ ഫെയർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്, ഫ്രഞ്ച് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഇവർക്കാണ് മെയിനായിട്ട് ഇതിനകത്ത് ഓപ്പണിംഗ് വരുന്നത്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെമ്പററി വർക്ക് പെർമിറ്റ് തരും. അത് നിങ്ങൾക്ക് ഭാവിയിൽ PR ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവും. ഈ ഫെയറിൽ പങ്കെടുക്കുന്നവർക്ക് കനേഡിയൻ കമ്പനീസുമായിട്ട്, അതായത് ഫോറത്തിൽ പങ്കെടുക്കുന്ന കമ്പനീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അവരുടെ സ്കെഡ്യൂളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഇമിഗ്രേഷൻ പോളിസീസിനെ കുറിച്ചുള്ള ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാനുമുള്ള അവസരം ഉണ്ടായിരിക്കും. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഫ്രഞ്ച് മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ ബൈലിംഗുലും ആയിരിക്കണം. ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. ഔട്ട്സൈഡ് ഓഫ് ക്യൂബക്കും ആയിരിക്കണം. ഇത് എഡ്യൂക്കേഷൻ സെക്ടറിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് വരുന്നത്. ആദ്യമേ പറഞ്ഞു, നമ്മൾ കിൻഡർ ഗാർട്ടൻ, ഹയർ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി ഏരിയയിലാണ് ഓപ്പണിംഗ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പം ഫെയറിൽ പങ്കെടുക്കുക, വിശദവിവരങ്ങളെല്ലാം അറിയുക. രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 4, 2024 ലാസ്റ്റ് ഡേറ്റ്. ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫെബ്രുവരി 19 മുതൽ അയച്ചു തുടങ്ങും. വിർച്വൽ ബൂത്ത്, അതായത് വിർച്വൽ ഇമിഗ്രേഷൻ ഫെയറിൻ്റെ വിർച്വൽ ബൂത്ത് മാർച്ച് 1-നും 2-നും 3 PM, അതായത് സെൻട്രൽ ഈസ്റ്റേൺ ടൈമിലെ 3 PM to 8 PM ഇമിഗ്രേഷൻ ബൂത്തുകൾ, വിർച്വൽ ഇമിഗ്രേഷൻ ബൂത്തുകൾ സജ്ജമാകുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ വരുന്ന ഇമെയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ അത് വെച്ച് രജിസ്ട്രേഷൻ ലിങ്കിലൂടെ നിങ്ങൾക്ക് അതിൽ ഫെയറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോറത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ലൈവായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കനേഡിയൻ ഇമിഗ്രേഷൻ അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്നൊരു ഫെയർ ആണ്. അതുകൊണ്ട് തന്നെ ബൈലിംഗുമായിട്ടുള്ള ഔട്ട്സൈഡ് ഓഫ് ക്യൂബക്കുള്ള എല്ലാ എംപ്ലോയേഴ്സും ഈ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള റിക്രൂട്ട്മെൻറ്റിൽ ഇതിൽ പങ്കെടുക്കും. രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയേഴ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യുക, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, ബാക്കിയുള്ള ഇമിഗ്രേഷൻ പോളിസീസ് ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ മസ്റ്റായിട്ട് ഫെബ്രുവരി 4-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യുക. ഫെബ്രുവരി 19 നിങ്ങളുടെ ഇൻവിറ്റേഷൻ മേടിക്കുക. മാർച്ച് 1-2 3 PM to 8 PM നിങ്ങളുടെ വിർച്വൽ ഇമിഗ്രേഷൻ ഫെയർ ബൂത്തിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആദ്യം പറഞ്ഞ പോലെ ഇത്തവണത്തെ ഡെസ്റ്റിനേഷൻ ഫോറം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജോബ് സീക്കേഴ്സിനെ, എംപ്ലോയീസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്, അതായത് പ്രൈമറി, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ കിൻഡർ ഗാർട്ടൻ ടു ഗ്രേഡ് 12, +2 വരെയുള്ള, നമ്മുടെ ഇവിടെ +2 വരെയുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഫ്രഞ്ച് സെക്കൻഡ് ലാംഗ്വേജസ് ഉള്ള ആൾക്കാരെയൊക്കെയാണ്. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക്, കഴിഞ്ഞ വർഷം IRCC നടത്തിയിരുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ ഓരോ വർഷവും അവരുടെ തൊഴിൽ മാർക്കറ്റിനനുസരിച്ച് ഓരോ റീജിയൻ, ഓരോ തൊഴിൽ മേഖലകളിലുള്ള ഫെയറാണ് IRCC എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കിൻഡർ ഗാർട്ടൻ, സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആസ് ഫ്രഞ്ച് ബൈലിംഗൽസിനെ ഹയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വിർച്വൽ ഇമിഗ്രേഷൻ ഫെയർ. സോ ഇഫ് യു ആർ എലിജിബിൾ, ഇപ്പോൾ തന്നെ വെബ്സൈറ്റിലേക്ക് പോവുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ബൈലിംഗൽ ഫോമാറ്റിലുള്ള, കനേഡിയൻ ഫോമാറ്റിലുള്ള CV വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക.
നിങ്ങളുടെ വിർച്വൽ ഇമിഗ്രേഷൻ ഫെയറിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പം അടുത്ത തവണ കാണുന്നവരെ ബൈ ഫ്രം അതുൽ.